ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റൊമാൻസ് ഇൻ ദി ഹൗസ് എപ്പിസോഡ് 2 നമ്മൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ചെയ്ത അതേ സ്ഥലത്തു നിന്നാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അതേ നമ്മുടെ ഫാമിലി എല്ലാവരും തന്നെ ഇത് സ്വന്തം, അതായത് ഇത്ര നാൾ മരിച്ചു പോയിരുന്നു എന്നിവർ വിശ്വസിച്ച ഇവരുടെ അച്ഛനാണ് മുൻപിൽ വന്ന് ജീവനോടെ നിൽക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇപ്പോൾ ഇവരുടെ ഈ ഒരു അച്ഛൻ തന്നെയാണ് ഈ ഒരു വില്ല വാങ്ങിയിരിക്കുന്നത്, വില്ലയുടെ ഓണറും. അപ്പോൾ അച്ഛൻ്റെ പേര് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ബിയോൺ മൂജിൻ എന്നാണ് കേട്ടോ. അപ്പോൾ മൂജിൻ എന്ന് പറയാം, അല്ലെങ്കിൽ അച്ഛൻ എന്ന് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾ ഇവിടെയാണോ താമസിച്ചിരുന്നതെന്ന് അച്ഛൻ ചോദിക്കുന്നത് കേട്ടോ. അതേ ടൈമിൽ തന്നെ അച്ഛൻ്റെ ഫ്രണ്ട്, അതായത് മുൻപ് ഈ ഫ്രണ്ടാണ് ഈ ഒരു വില്ല വാങ്ങിയതെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങേരും വന്നിട്ട് പറയാണ്, ഞാനല്ല വില്ല വാങ്ങിയത്, ഇതിൻ്റെ ഓണർ നിങ്ങളുടെ അച്ഛൻ തന്നെയാണെന്ന് പറയാണ്. നമ്മുടെ മകൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ശരിക്കും ഈ വില്ല വാങ്ങിയോ, എങ്ങനെ ഇതൊക്കെ വാങ്ങിയോ ചോദിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സീൻ കാണിക്കാൻ കേട്ടോ. ഇത് കുറച്ച് പഴയ ഒരു സീനാണ്, അതായത് ഒരു 11 വർഷം മുൻപത്തെ ഒരു സീനാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുന്നത് സിയോൾ ഫാമിലി കോർട്ടിൻ്റെ മുമ്പിലാണ്. അതായത് ഇവർ ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെ കസ്റ്റഡി ഹസ്ബൻഡ് വൈഫിന് കൊടുത്തിരിക്കുകയാണ്. വൈഫാണെങ്കിൽ അതിന് താങ്ക്സും പറയുന്നുണ്ട്, അതായത് കുട്ടികളുടെ കസ്റ്റഡി വലിയ ഇഷ്യൂസ് ഒന്നുമില്ലാതെ ഇവൾക്ക് വിട്ടുകൊടുത്തേന്. അപ്പോഴാണ് ഹസ്ബൻഡ് ചോദിക്കുന്നത്, ഇത്ര നാൾ എൻ്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് എന്താ തോന്നുന്നതെന്ന്. അപ്പോൾ വൈഫ് പറയാണ്, എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്, പിന്നെ വേസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളെ മീറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുമുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് ഈ നാട്ടിലെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ. അതായത് അവിടുത്തെ നൈബർഹുഡിലത്തെ ആൾക്കാരൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ വരിക ഫുഡ് കഴിക്കാനായിട്ട്. ഇവരിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ മൂജിൻ റിച്ച് ആവുന്നതിന് മുൻപത്തെ കാര്യമാണ് കേട്ടോ. അതായത് ഈ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഡിവോഴ്സ് ആവുന്നതിന് മുൻപത്തെ കാര്യങ്ങളാണ്. നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ ഒരു അത്ലീറ്റ് ആയിരുന്നു കേട്ടോ. മാത്രമല്ല ഭയങ്കര ചെറുപ്രായത്തിലാണ് മൂത്ത മകളൊക്കെ ജനിച്ചത്. മാത്രമല്ല ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നേ വരെ ഒരു ബിസിനസ് പോലും സക്സസ് ആയിട്ടില്ല. ഒരുപാട് ക്യാഷ് ഇടും, പക്ഷേ അതൊക്കെ ലോസിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു തവണ ഡംപ്ലിംഗ് ഷോപ്പ് ഇട്ടിട്ടുണ്ട്, അതും നല്ലൊരു രീതിയിൽ തന്നെ നഷ്ടത്തിലാണ് പോയത്. ലാസ്റ്റ് നമ്മുടെ വൈഫ് ഒരു സ്നാക്ക് ബാറൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അത് നല്ല പ്രോഫിറ്റിലാണ് പോയിരുന്നത്. പക്ഷേ അതിലും കുറച്ച് മുൻപത്തെ പലിശക്കാരൊക്കെ വന്ന് പ്രോബ്ലംസ് ഉണ്ടാക്കി, അതും അടച്ചുപൂട്ടി. അതോടുകൂടി ഇവരുടെ ഡിവോഴ്സും കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട്. നെക്സ്റ്റ് സീനിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻസി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഏജൻറ്റിനോട് ഇവർ പറയുകയാണ്, അതായത് നമ്മുടെ മൂജിൻ പറയുകയാണ്, ഞാൻ എന്തായാലും ആ കത്തിക്കരിഞ്ഞ 302 തന്നെ എടുക്കാം, അതെന്തായാലും ഒന്ന് റെനോവേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്, ബാക്കി റൂമൊന്നും വേക്കൻ്റ് ഇല്ല, ആർക്കും ഇവിടുന്ന് മൂവ് ചെയ്യാൻ താല്പര്യമില്ല. നമ്മുടെ ഏജൻറ്റ് ചോദിക്കുന്നുണ്ട് മൂജിനോട്, ഇത് നിങ്ങളുടെ അസിസ്റ്റൻ്റ് ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് അല്ല, അതെൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറാണ് പറഞ്ഞിട്ട് പാർട്ട്ണർ കാർഡ് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഏജൻറ്റിന്. ഇങ്ങനൊരു ടാക്സ് അക്കൗണ്ടൻറ്റ് ഓഫീസ് നടത്തുന്നുണ്ട്. ഇങ്ങരുടെ പേര് OJ ജിയോൾ എന്നാണ് കേട്ടോ. ഇത് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ, എനിക്കറിയില്ല. നമ്മുടെ അച്ഛൻ്റെ റെനോവേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കുറച്ച് ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ പർച്ചേസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മസാജ് ചെയർ, അങ്ങനെയുള്ള എല്ലാം ബെസ്റ്റ് നല്ല ഹൈ ക്വാളിറ്റി നല്ല പ്രൈസ് ഉള്ളത് നോക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. മസാജ് ചെയറിലൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും കംഫോർട്ടായിട്ടുള്ള ഐറ്റംസ് നോക്കിയിട്ടാണ് പിക്ക് ചെയ്യുന്നത്. പർച്ചേസൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അതേ നമ്മുടെ അച്ഛൻ കാർഡൊക്കെ കൊടുക്കുകയാണ് ബിൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ മാനേജർ ആണെങ്കിൽ കാർഡ് വലിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അച്ഛൻ കാർഡ് വിടുന്നില്ല കേട്ടോ. എന്നിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, അല്ല ഞാൻ എന്തായാലും ഏകദേശം ഒരു 10-12 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്, അതായത് ഇന്ത്യൻ മണി ഒരു 10-12 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്തൊക്കെ ഫ്രീ ഗിഫ്റ്റ് എനിക്ക് കിട്ടുക ചോദിക്കുമ്പോൾ നമ്മുടെ മാനേജർ പറയുന്നത്, അതിന്ന് 2 ഐറ്റംസ് നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ ചോദിക്കുകയാണ്, അല്ല ഇത്ര ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിയിട്ട് വെറും 2 ഐറ്റംസോ, അത് ഫുള്ള് എൻ്റെ ഫ്രീ ഗിഫ്റ്റായി വരേണ്ടതല്ലേ ചോദിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ അച്ഛൻ്റെ റെനോവേഷനൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മകൻ ഹ്യുങ്ജെ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് അവൻ ഫസ്റ്റ് തന്നെ അച്ഛൻ്റെ കൈ പിടിച്ച് നോക്കുന്നുണ്ട്, അച്ഛൻ്റെ ചെസ്റ്റിൽ ചെവി വെച്ച് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ അച്ഛൻ്റെ മുഖമൊക്കെ പിടിച്ച് അമർത്തി നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ ശരിക്കും എൻ്റെ അച്ഛൻ തന്നെയല്ലേ, നിങ്ങൾ മരിച്ചു പോയതായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വീണ്ടും ഞാൻ മരിച്ചു പോയെന്ന്, നീ എന്തൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ അവൻ മുൻപത്തെ ആ ഇൻസിഡൻ്റ് പറയുകയാണ്. അതായത് ന്യൂസിൽ ഇങ്ങനെ വന്നിരുന്നു, അച്ഛൻ്റെ മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിൽ പെട്ടിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഫോട്ടോ ഒന്നും അന്ന് ഇവർ കണ്ടില്ല കേട്ടോ. പക്ഷേ ആൻറ്റീനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു അച്ഛൻ മരിച്ചു എന്ന് പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ പറയുന്നത്, അത് ഞാൻ എൻ്റെ സിസ്റ്ററുമായിട്ട് എപ്പോൾ തല്ലുകൂടിയാലും അവൾ പറയുന്നതാണ് ഞാൻ മരിച്ചുപോയി എന്ന് പറയണം. അപ്പോഴാണ് മകൻ്റെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നത്, അതായത് അച്ഛൻ ഫസ്റ്റായിട്ട് ഇവരുടെ വീട്ടിലേക്ക് കയറി പോയപ്പോൾ അവിടെ ഒരു സർവീസൊക്കെ നടക്കുമായിരുന്നു, അത് ഈ അച്ഛന് വേണ്ടി തന്നെയായിരുന്നു എന്ന് ഈ ഒരു മൊമെൻറ്റിലാട്ടോ അച്ഛന് മനസ്സിലാകുന്നത്. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് മെല്ലച്ചിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് നമ്മുടെ മിറ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ അനിയൻ ചെക്കനോട് ചോദിക്കുകയാണ്, അല്ല നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ ചോദിക്കുക, നീ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. എന്നിട്ട് അച്ഛനോട് ഇവൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഉടനെ തന്നെ താമസം മാറുന്നതാണ്, അതായത് ഈ സൺഡേ തന്നെ മാറുന്നതാണ്. എന്നിട്ട് മുൻപത്തെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, അതായത് അച്ഛനോട് ഇനി എനിക്കിങ്ങനെ ഒരു അച്ഛനില്ല എന്ന് അവൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സീനും ഇവർ രണ്ടുപേരും ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ വീണ്ടും പറയുന്നുണ്ട്, ഈ സൺഡേ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും.
അതേസമയം അമ്മയാണെങ്കിലോ മരിച്ചുപോയ ഹസ്ബൻഡ് ജീവനോടെ വന്നു, അതും വില്ലയുടെ ഓണറായിട്ട്. ആ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റാതിരിക്കുകയാണ്. ഈ ടൈമിലാണ് ദേ മക്കൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നമ്മുടെ നായിക അമ്മേനോട് പറയാണ്, നമ്മളെന്തായാലും ഈ സൺഡേ തന്നെ മൂവ് ചെയ്യാം, ഞാനെന്തായാലും വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പാർട്ട്മെൻറ്റുകൾ വേറെ പോയി നോക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ കാശ് അറേഞ്ച് ചെയ്യാം, ലോൺ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും അഗ്രി ചെയ്യാണ്, അതായത് വർക്കിന് ശേഷം രണ്ടുപേർക്കും കൂടിയിട്ട് അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ പോകാമെന്ന്. നമ്മുടെ നായിക അങ്ങനെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറുമ്പോൾ ഇവളുടെ അച്ഛൻ്റെ ഒരു മെസ്സേജ് വരികയാണ്, അതായത് ഓക്കെ സൺഡേ വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയും മകളും കൂടിയിട്ട് ഈ അപ്പാർട്ട്മെൻറ്റൊക്കെ നോക്കാൻ പോയിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അനിയൻ ചെക്കനാണെങ്കിൽ ആ വില്ലയുടെ മാർക്കറ്റ് പ്രൈസ് നോക്കുമ്പോൾ 3 ബില്യൺ എന്ന് കണ്ടിട്ട് അവൻ ആകെ ഷോക്കാവുകയാണ്. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആയി, വർക്ക് കഴിഞ്ഞു, രണ്ടുപേരും കൂടി വീണ്ടും അപ്പാർട്ട്മെൻറ്റ് കാണാൻ പോയിരിക്കുകയാണ്. അപ്പോഴും അവർ നല്ലൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ റെൻറ്റ് ഇവർക്ക് തീരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റെൻ്റല്ല. അങ്ങനെ അതും ക്യാൻസൽ ചെയ്തു. ഇനി കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ അച്ഛൻ്റെ 302 റൂമിലേക്ക് അന്ന് വാങ്ങിയ പുതിയ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കുകയാണ് കേട്ടോ. ആ ടൈമിൽ ബാക്കിയുള്ള അപ്പാർട്ട്മെൻറ്റിലത്തെ ആൾക്കാർ, അതായത് നൈബേഴ്സ് ആണല്ലോ, എല്ലാവരും വന്നൊന്ന് സംസാരിക്കുകയാണ് കേട്ടോ. കാരണം ഇവരുടെ ഓണറും കൂടിയാണല്ലോ ഇപ്പം നമ്മുടെ മുജിൻ. അല്ലാതെ തന്നെ ഒരാൾ കേർട്ടൻ്റെ ഇടയിലൂടെ നോക്കുന്നുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, ഈ ഫയർ ഇൻസിഡൻറ്റ് അതൊരു ആക്സിഡൻ്റ് ആണോ അതോ കരുതി കൂട്ടിയതാണോ എന്നൊരു ഡൗട്ട് പറഞ്ഞ അങ്ങേര് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ എയോൺ പുറത്തേക്ക് വരുന്നത് കേട്ടോ. എയോണിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മൂജിൻ എയോണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, മിറേ പറഞ്ഞു നിങ്ങൾ ഈ സൺഡേ തന്നെ പോകുന്നു, ഓക്കെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ മകൻ അച്ഛൻ്റെ ഒരു സൂട്ട് കേസുമായിട്ട് ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അച്ഛൻ ഞാനത് എവിടെയാണ് വെക്കേണ്ടത് അച്ഛൻ്റെ റൂമിലെന്ന് ചോദിക്കുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, നീ അത് ഏതെങ്കിലും റൂമിൽ കൊണ്ടുപോയി വെച്ചോ പറയാണ്. അമ്മയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് നാണം കെട്ട പോലെ ആയിട്ടോ. ആ സമയത്താണ് നമ്മുടെ നായക അങ്ങോട്ട് കാറുമായിട്ട് വരുന്നത്. വേറെ എങ്ങോട്ടല്ല, ഇവർ രണ്ടുപേരും കൂടിയിട്ട് വീണ്ടും അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് എന്തായാലും ഒരു അപ്പാർട്ട്മെൻറ്റ് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടി കാറിൽ കയറി പോകുന്നത് കേട്ടോ. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി പയ്യനാണ് കേട്ടോ കാണിക്കുന്നത്. അവനാണെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഫ്ലേക്സും പാലും ബദാമൊക്കെ ഇട്ട് അവൻ്റെ ആ ഒരു റൂഫിൻ്റെ അവിടെ നിന്ന് നല്ല സിറ്റി വ്യൂ ഒക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതിനുശേഷം അവൻ്റെ സെക്യൂരിറ്റി ജോബിന് സൈക്കിളിൽ പോവുകയാണ്. അങ്ങനെ ദേ അവൻ ലിഫ്റ്റിൽ കയറാൻ പോവാണ് കേട്ടോ. ആ ടൈമിലാണ് നമ്മുടെ മിറ അങ്ങോട്ട് വരുന്നത് കേട്ടോ, കാറൊക്കെ പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ അവളും ലിഫ്റ്റിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനെ അവൾ കണ്ടിട്ടില്ല. നമ്മുടെ മിറയാണെങ്കിൽ ബാങ്ക് മാനേജറുമായിട്ട് കോളിലാണ്. അവൾക്ക് അത്യാവശ്യം ലോൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് മാനേജർ പുതിയൊരു ലോൺ അലോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ അവനുള്ള നമ്പർ 2 പ്രസ് ചെയ്തു. അതിനുശേഷം നമ്പർ 10ഉം പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അവൾ പ്രസ് ചെയ്യാതെ ആയപ്പോൾ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മൂജിൻ്റെ റൂമിൽ, അതായത് മൂജിൻ്റെ അപ്പാർട്ട്മെൻറ്റ് 302 അൺപാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി ഇവനെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബാഗ് എടുക്കുമ്പോൾ പെട്ടെന്ന് മൂജി വന്നിട്ട് ആ ബാഗ് വാങ്ങുകയാണ്. പെട്ടെന്ന് തന്നെയുള്ള ഈ റെനോവേഷനും പരിപാടികളൊക്കെ കണ്ടിട്ട് ഇവൻ്റെ ഡൗട്ടൊക്കെ കൂടിയിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ പറയാണ്, എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്ന മണം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവൻ്റെ കുക്കറൊക്കെ ആകെ കത്തിക്കരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഈ അൺബോക്സിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേർക്കും കൂടി എന്തെങ്കിലും കുടിക്കാൻ വാങ്ങാൻ പറഞ്ഞ് മോനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം മകൻ പോയതിന് ശേഷം നമ്മുടെ മൂജിൻ ഒരു സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്നൊരു മാച്ച് ബോക്സ് എടുക്കുകയാണ് കേട്ടോ. മുൻപത്തെ ഹൗസ് ഓണർ മരിച്ചപ്പോൾ ഇതേ കളറുള്ളൊരു തീപ്പെട്ടി അന്നത്തെ ആ ബാൽക്കണിയുടെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അന്നതാരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഈ ടൈമിലാണ് ദേ നമ്മുടെ മുൻപത്തെ വേറൊരു ഗ്രാൻഡ് പ ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. അപ്പോഴാണ് ഗ്രാൻഡ് പ പെട്ടെന്ന് ചോദിക്കുന്നത്, അല്ല നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ മൂജിയും പറയാണ്, അല്ല ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രാൻഡ് പ പറയാണ്, അല്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ, പക്ഷേ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് ഈ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നത് നമ്മുടെ മൂജിയും കാണുന്നത്. അവൻ പെട്ടെന്ന് അത് അടച്ചും വെക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റെഡ് കളർ ക്യാപ്പും കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്താണ് അവൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ആ പ്രീവിയസ് ഓണറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്, നീ ടെൻഷനൊന്നും ആവണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും ക്യാഷൊക്കെ ചിലവാക്കി ഇത് റെനോവേഷൻ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്. നമ്മുടെ നായികയാണെങ്കിൽ ഇതേ സമയം ഒരു മീറ്റിങ്ങിലായിരുന്നു കേട്ടോ. ആ സമയത്ത് അമ്മയ്ക്ക് അവളെ വിളിച്ച് പറയുന്നുണ്ട്, ഞാനിവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് വന്നതാണ്, അപ്പോൾ അമ്മ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുക, ഞാനിപ്പോൾ തന്നെ കാറുമായിട്ട് വരാൻ പറയാണ്. അതിന് തൊട്ട് പുറകെ വേറൊരു കോൾ വരുമ്പോൾ അവൾ നെയിം നോക്കാതെ പിക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് അവളുടെ എക്സിൻ്റെ കോളായിരുന്നു. നേരെ നോക്കിയപ്പോൾ അത് എക്സ് ഓപ്പോസിറ്റ് നിന്ന് നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ മുൻപ് ഒരു തവണ ഇവൾ എക്സുമായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞതാണ്. അന്ന് അത് എക്സിന് ഭയങ്കര ഹ്യൂമിലിയേഷനായി തോന്നിയതുകൊണ്ട് ഇന്ന് ഇവിടെ പബ്ലിക്കായിട്ട് ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന രീതിയിൽ ഉറക്കെ വിളിച്ചു കൂവുകയാണ്, ഞാൻ നീയുമായിട്ട് ബ്രേക്കപ്പ് ആവുകയാണെന്ന്. കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ നായികനെ ഒന്ന് നാണം കെടുത്തണം.
നമ്മുടെ നായിക പറയുന്നുണ്ട് നമ്മൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൻ പറയാണ് അത് നീയാ ബ്രേക്കപ്പ് പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ പബ്ലിക്കായിട്ടാണ് പറയുന്നത് പറയാണ്. അപ്പോൾ നായിക പറയാണ് എന്തായാലും അവനെ ഹ്യൂമിലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നിനക്ക് പോവാലോ എന്ന് പറയാണ്. അങ്ങനെ ദേ അവൻ എക്സ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നമ്മുടെ നായിക തിരിച്ച് ഫ്രണ്ട്സിൻ്റെയും കൊളീഗ്സിൻ്റെയും അടുത്തേക്ക് പോവാതെ അവൾ നടന്ന് നീങ്ങുകയാണ്. പെട്ടെന്ന് അവൾ അവിടെ വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ക്യാബിൻ്റെ മുമ്പിലൊക്കെ കൈ കാട്ടുന്നുണ്ടെങ്കിലും ആരും നിർത്തുന്നില്ല. ലാസ്റ്റ് നമ്മുടെ സെക്യൂരിറ്റി അവൻ്റെ സൈക്കിളായിട്ട് വരികയാണ്. പെട്ടെന്നാണ് വേറെ കൊളീഗ്സ് അവളുടെ അടുത്തേക്ക് വരുന്നത് കാണുന്നത്. പിന്നെ ഒന്നും ആലോചിക്കാതെ അവൾ ആ സൈക്കിളിൽ കയറിയിരുന്ന് പോവുകയാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ കൊളീഗ്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ വക മെസ്സേജും സംസാരമൊക്കെ ആവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് സ്കൂട്ടാവാൻ വേണ്ടിയിട്ട് അവൻ്റെ സൈക്കിളിൽ കയറി പോവാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവളെ അവിടെ ഒരു ബെഞ്ചിലിരുത്തിയിട്ട് അവൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. വാഷ്റൂമിലേക്കാണ് പോകുന്നത്. എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ നായിക അവളുടെ ഫോണൊക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ കൊളീഗ്സിൻ്റെ കയ്യിൽ നിന്ന് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്, സിമ്പതൈസിങ് ഒക്കെ പറഞ്ഞിട്ട്. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനാണെങ്കിലോ തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ നായിക താങ്ക്സ് പറയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഒരു ബാൻഡേഡ് എടുത്ത് നീട്ടുകയാണ്. അപ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് മുൻപത്തെ ഹോസ്പിറ്റൽ ബില്ല് ഇവനല്ലേ പേ ചെയ്തതെന്ന് ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാഷൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ ആ ക്യാഷ് ഇല്ല. മാത്രമല്ല അവൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതിപ്പോൾ വേണ്ട, പിന്നെ മതി എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അവിടെ നിന്ന് അവിടെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പിരിയാണ് കേട്ടോ. അവനങ്ങനെ അവൻ്റെ സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നായകയ്ക്ക് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വരുന്നുണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നായികയുടെ എക്സിൻ്റെ കാര്യമൊക്കെ ഈ ഫ്രണ്ടിനെ അറിയാം. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് എന്തൊക്കെ ആയാലും എന്നെ പോലെ ഒരു ഡിവോഴ്സി ആവണ്ടെന്ന് പറയാണ്. അപ്പോൾ ഫ്രണ്ട് പറയാണ് ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് ഒന്നും ഒരു വിഷയമല്ല, എൻ്റെ അമ്മ ഡിവോഴ്സ് ചെയ്യുന്ന കാലത്ത് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇഷ്യൂ തന്നെയായിരുന്നു എന്ന് പറയാണ് കേട്ടോ അവൾ. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് ഒരുപാടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അങ്ങേര് മരിച്ചിട്ട് ഒരുപാടായി എന്ന് പറയാണ്. അച്ഛൻ തിരിച്ചു വന്ന കാര്യമൊന്നും അവളിവിടെ പറയുന്നില്ല കേട്ടോ. നെക്സ്റ്റ് സീനിൽ എയോൻ്റെ ഫ്രണ്ടിൻ്റെ സലൂണാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ്മയും ഇവരെല്ലാവരും തന്നെ എമിലി വില്ലയിലത്തെ താമസക്കാരായതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് എയോൻ്റെ എക്സ് ഹസ്ബൻഡ് എന്തായാലും ബിസിനസ് ഒന്നും ചെയ്ത് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല എന്നാണ് ഈ ഗ്രാൻഡ്മ പറയുന്നത് കേട്ടോ. ഒന്നല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ വല്ല ലോട്ടറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ എയോൻ്റെ ഫ്രണ്ട് പറയുകയാണ് ഞാൻ എന്തായാലും അവരുടെ മുഖം കണ്ടില്ല, അതായത് എയോൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ ഫേസ് ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഇരിക്കുന്ന ലേഡി, അതായത് ഗ്രാൻഡ്മയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലേഡി ഇവിടുത്തെ എംപ്ലോയിയാണ്. മാത്രമല്ല ദേ ഇങ്ങേരുടെ വൈഫും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങേര് വീട്ടിൽ പറയുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ലേഡി. വേറെ ആരെയും കുറിച്ചുള്ള ഡൗട്ടല്ല, നമ്മുടെ എയോൻ്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഡൗട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ ഇവള് പറയാണ്, അതായത് എയോൻ്റെ ഫ്രണ്ട് പറയാണ് നിൻ്റെ ഹസ്ബൻഡിന് പ്രാന്താണ്, അങ്ങേരോട് ഒന്ന് തലയൊക്കെ ഒന്ന് ശരിയാക്കാൻ പറയും, ഇവിടെ വന്നിട്ടൊരു ഹെയർ കട്ടൊക്കെ ചെയ്യാൻ പറയുമെന്ന് പറയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മൂജിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവനൊരു സ്പാലൊക്കെ വന്നിട്ട് ഭയങ്കര കാമായിട്ട് കുളിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ദേ അവൻ്റെ കയ്യിൽ നല്ല അടിപൊളിയായിട്ടൊരു ടാറ്റു ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, റൈറ്റ് ഹാൻഡ് ഷോൾഡറിലായിട്ട്. അങ്ങനെ ദേ ഹെയർ സ്പ്രേ ഒക്കെ യൂസ് ചെയ്ത് ഹെയറൊക്കെ അങ്ങ് സെറ്റാക്കി ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇവരുടെ വില്ലയിൽ തന്നെ ഒരാൾ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങേരാണെങ്കിൽ എത്ര നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തൊട്ട് പുറകെ ചോദിക്കുന്നുണ്ട് സ്റ്റോക്ക് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഇത്ര റിച്ച് ആയി എന്ന് ചോദിക്കാൻ കേട്ടോ. അതിനൊന്നും മറുപടി പറയാതെ നമ്മുടെ എയോൻ്റെ എക്സ് ഹസ്ബൻഡ് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. എയ്യോണാണെങ്കിൽ ഇതേ സമയം നടന്നു വരികയാണ് കേട്ടോ. അപ്പോഴാണ് ഗ്രാൻഡ്മ കാണുന്നത്. അപ്പോൾ ഗ്രാൻഡ്മയാണെങ്കിൽ ഓടി ചെന്നിട്ട് ചോദിക്കുകയാണ് സത്യം പറ നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് ക്രിപ്റ്റോ കറൻസി ചെയ്തിട്ടല്ല ഇത്ര റിച്ച് ആയി ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. കാരണം ഇവിടെയുള്ള, അതായത് ഈ വില്ലയിലുള്ള എല്ലാവരും ഒരു ബെറ്റ് വെച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും റിച്ച് ആയിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൾ അവിടെ നിന്നിട്ട് ബാസ്റ്റർ എന്നിങ്ങനെ വിളിച്ച സമയത്താണ് തൊട്ട് പുറകിൽ ഇവളുടെ എക്സ് ഹസ്ബൻഡ് വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇവനെ തന്നെയാണ് അവളത് വിളിച്ചതും. അപ്പോൾ എക്സ് ഹസ്ബൻഡ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ താമസിച്ചോളൂ, മന്ത്ലി റെൻ്റൊന്നും എനിക്ക് തരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളൊന്ന് വീണ്ടും അതിൽ വീഴുന്നുണ്ട്, എങ്കിലും ഇല്ല എനിക്ക് വേണ്ട, ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോകും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സീൻ കാണിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ സലൂണാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതേ ഈ സെറ്റിലിരിക്കുന്ന ആൾ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും എയോണും മൂജിനും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു എന്ന്. അപ്പോൾ ഈ ഗ്രാൻഡ് പറയുകയാണ് ഞാൻ ഈ മൂജിനെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് എവിടെ കണ്ടേന്ന് ഓർമ്മ വരുന്നില്ല പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ ടേക്ക് വോണ്ട അക്കാഡമിയാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ നമ്മുടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇന്ന് ലേറ്റ് ആയിന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയാണ് കേട്ടോ. കാണിക്കുന്നത് ഈ ടേക്ക് വോണ്ടോ ലൊക്കേഷൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമ്മുടെ നായിക നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഒരു സ്നാക്ക് ബാർ നോക്കി അവളിങ്ങനെ നിൽക്കുകയാണ്. കാരണം മുൻപ് ആ സ്നാക്ക് ബാർ നടത്തിയിരുന്നത് അവളുടെ അമ്മയായിരുന്നു കേട്ടോ. അവളുടെ അച്ഛൻ ഒരുപാട് ബിസിനസ് നടത്തി പൊളിഞ്ഞു. അങ്ങനെ അമ്മ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് സേവിങ്സ് ഒക്കെ അതിലിട്ടിട്ടാണ് അമ്മ അത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. സ്നാക്ക് ബാർ ആണെങ്കിൽ നല്ല പ്രോഫിറ്റിലാണ് പോയത് അമ്മ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഇവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സും സ്കൂളിലത്തെ ആൾക്കാരും നൈബർഹുഡിലത്തെ ആൾക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്ന കാരണം ഇവർ നല്ല പ്രോഫിറ്റിലാണ് പോയിരുന്നത്. പക്ഷേ ഇവളുടെ അച്ഛൻ മുൻപ് വേറെ ആൾക്കാരുടെ നിന്ന് ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട്. അവർ വന്ന് അവിടെ ഫുള്ള് അലങ്കാവലാക്കിയിട്ട് ഇവനോട് പറയുകയാണ് ഒന്നല്ലെങ്കിൽ ഈ സ്ഥലം ഞങ്ങൾക്ക് തരിക അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാഷ് തരിക എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് അവൾ അങ്ങോട്ട് ഓടിയെത്തുകയാണ് കേട്ടോ നമ്മുടെ നായിക. അപ്പോൾ അവളിത് കാണുമ്പോൾ ഒരുപാട് ദേഷ്യം വരികയാണ്. കാരണം അവളുടെ അമ്മയുടെ ഹാർഡ് വർക്കാണ്. അവളുടെ അച്ഛനോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുകയാണ് കേട്ടോ ഈ ഒരു മൊമെൻറ്റിൽ.
മകള് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു സങ്കടം നമ്മുടെ അച്ഛൻ്റെ മുഖത്തും നന്നായിട്ട് കാണാനുണ്ട്. അങ്ങനെ ദേ ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ നായിക നടന്നു വരികയാണ് കേട്ടോ എമിലി വില്ലയിലേക്ക്. എന്നിട്ട് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അവൾ നേരെ മേലേക്ക് നോക്കുകയാണ്. അപ്പോൾ കാണുന്നത് അവളുടെ അച്ഛൻ മേലെ നിന്ന് താഴേക്ക് നോക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സീൻ കോയിൻസിഡൻ്റ് ആയിരുന്നു. അങ്ങനെ അച്ഛനും മകളും കൂടി പരസ്പരം ഒരു 2 സെക്കൻഡ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ അമ്മേനെയാണ് കേട്ടോ, എയോൺ. അവളാണെങ്കിൽ സേവിങ്സിലൊക്കെ എന്തോരം ബാക്കിയുണ്ടെന്ന് നോക്കുകയാണ്. കാരണം ഒരു പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറണമല്ലോ. ഫസ്റ്റ് സീനിൽ ഇവരൊരു അപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയാണ് മകളോട്, ഇത് നമുക്ക് താങ്ങില്ല, കാരണം ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഫീസൊക്കെ ഭയങ്കര ഹൈ ആണ്, ഇരട്ടിയാണ് നമ്മളിപ്പോൾ കൊടുക്കണേക്കാളും, നമ്മളെ കൊണ്ട് പറ്റില്ല പറയുമ്പോൾ അവൾ ചോദിക്കുകയാണ് അമ്മ എന്തിനാ ഇത്ര ലാഗ് ആക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയുകയാണ് നീ എന്തിനാ എല്ലണേ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അവൾ അവളുടെ അനിയൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അമ്മയുടെ മകൻ ഇപ്പോൾ ഇതൊക്കെയാണ് ചെയ്യണേ, ഫുൾ ടൈം അച്ഛൻ്റെ കൂടെയാണ്, അമ്മയ്ക്കും ഇനി അങ്ങനെയാണോ താല്പര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് മൊത്തത്തിൽ ദേഷ്യം വരികയാണ്. ഓൾറെഡി ഫ്രസ്ട്രേഷനിലാണ്, ഇപ്പോൾ ഇത് ഇവളുടെ വകയും കൂടി ആയപ്പോൾ അമ്മയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. നീ എൻ്റെ അടുത്ത് എല്ലയുണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അവളുടെ കാറിലൊന്നും കയറുന്നില്ല. അമ്മ നേരെ ബാറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് മുൻപ് ഇവളുടെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ച് അമ്മ നല്ല ശക്തിയിൽ ഒരു ബോൾ പോലും മിസ് ചെയ്യാതെയാണ് ബാറ്റ് ചെയ്യുന്നത്. അമ്മ അങ്ങനെ എക്സ് ഹസ്ബൻഡിനെ വിളിക്കുകയാണ്. എന്നിട്ട് മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റിൽ. ഇവളും അമ്മേനെ കുറേ തവണ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അമ്മ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത്ര നേരമായിട്ട് അമ്മ വീട്ടിലെത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇവൾ വീണ്ടും വീണ്ടും വിളിക്കുന്നത് കേട്ടോ. അമ്മ ദേ ഇവരുടെ നെയ്ബർഹുഡിലുള്ള ആ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അവളുടെ എക്സ് ഹസ്ബൻഡ് അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്ന സപ്ലയർ പറയുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓണറാണ്, അങ്ങേര് പറയുകയാണ് നിങ്ങളിവിടെ കംഫർട്ടബിൾ ആയിരുന്നോളൂ, ഞാൻ അപ്പുറത്തേക്ക് പോവുകയാണെന്ന് പറയുകയാണ്. ഇയോൺ എന്നിട്ട് ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ് ആ വില്ല വാങ്ങുമ്പോൾ നിനക്ക് അറിയുമായിരുന്നില്ലേ ഞങ്ങൾ ആ വില്ലയിൽ താമസിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട വഴിക്ക് ഇവൻ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ അവിടെ ഉണ്ടോയെന്ന് പറഞ്ഞിട്ടാണോ ഞാനത് വാങ്ങിയെന്ന് ചോദിക്കുകയാണ്. അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട്. ഈ സമയത്ത് നമ്മുടെ നായിക അവളുടെ ആൻറ്റ്, അതായത് അമ്മയുടെ ഫ്രണ്ടിൻ്റെ ആ ഒരു സലൂണിലെത്തി ചോദിക്കുകയാണ്. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും അമ്മ അച്ഛനെ മീറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണെന്നാണ്. ഇവർ രണ്ടുപേരും അപ്പോഴേക്കും പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അവൻ്റെ ഷോൾഡറൊക്കെ പിടിച്ചിട്ട്, അതായത് ശരിക്കും നീ അറിഞ്ഞിട്ടല്ലേ വില്ല വാങ്ങിയത്, ഞങ്ങളവിടെ താമസക്കാരെന്ന് അറിഞ്ഞിട്ടല്ലേ വാങ്ങിയത് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുകയാണ് അതെ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാങ്ങിയത്, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇത്ര ഒരു പൊസിഷനിലെത്തിയിരിക്കുന്നത്, എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും തോറും നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് ദൂരേക്ക് മാറിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ പോവേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ അടുത്തുനിന്ന് ഇത്രയും ഡിസ്റ്റൻറ്റിൽ മാറി മാറി പോകേണ്ട ആവശ്യം നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ്. ഈ സമയത്താണ് നമ്മുടെ നായക അങ്ങോട്ട് വരുന്നത് ഈ സീൻ കാണുന്നത് കേട്ടോ. അവളാണെങ്കിൽ ഓടിയിട്ടിട്ട് ഓടി വരികയാണ് അമ്മയുടെ അടുത്തേക്ക്. അവൾ ഓടി വരുമ്പോഴേക്കും നമ്മുടെ അച്ഛനിട്ടിട്ട്, അതായത് മൂജിനിട്ടിട്ട് ഒരാൾ നല്ല ഫോഴ്സിൽ മൂജിൻ്റെ ഫേസിൽ ചവിട്ടുകയാണ് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ സെക്യൂരിറ്റി. ഇവനാണെങ്കിൽ ആ ടേക്വോണ്ടോയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മേലെയായിരുന്നു ടേക്വോണ്ടോ അക്കാഡമി ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഫേസിലിട്ടിട്ട് തന്നെ നല്ല രീതിയിലൊരു ചവിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ ഹണി എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്നിട്ട് അച്ഛനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ നായകൻ ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാരണം അച്ഛനുമായിട്ട് ഇത്രയും ദേഷ്യം കാണിച്ചിട്ടും അച്ഛൻ്റെ മുഖത്തൊരു ചവിട്ട് കിട്ടിയപ്പോൾ അമ്മ ഓടിപ്പോയി ഹണി എന്ന് വിളിക്കുകയാണ്. അപ്പോഴാണ് അവന് കത്തുന്നത് ഇത് ഇവളുടെ അച്ഛനാണ് എന്ന് കേട്ടോ. അപ്പം നമ്മുടെ സെക്യൂരിറ്റി പറയുകയാണ് വേറെ ഒന്നുമില്ല, ഞാൻ മേലെ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഒരു ഹറാസ്മെൻറ്റ് പോലെ തോന്നി, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നത് കേട്ടോ. അത് കാണുമ്പോഴേക്കും അച്ഛനും നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഒരാവശ്യമില്ലാതെയാണ് ഇപ്പോൾ ഒരു ചവിട്ട് കിട്ടിയിരിക്കുന്നത്. അച്ഛൻ തിരിച്ച് നമ്മുടെ സെക്യൂരിറ്റീനെ അടിക്കാൻ പോകുന്നുണ്ടെങ്കിലും തലയ്ക്ക് നല്ല ചവിട്ട് കിട്ടിയതുകൊണ്ട് അവന് ശരിക്കും എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയാണ് അവനെ താങ്ങി പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഇവൾക്ക് മുൻപത്തെ കാര്യമൊക്കെ ഓർത്തിട്ട് ഇവൾ പെട്ടെന്ന് തന്നെ അച്ഛനെ ഉന്തി നിലത്തിടുകയാണ്. ഉന്തി നിലത്തിട്ടതിന് ശേഷമാണ് അവൾ എന്താ ചെയ്തതെന്ന് ആലോചിക്കുന്നത് കേട്ടോ. കാരണം എത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായിട്ട് അവളുടെ അച്ഛനെ ഉന്തിയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് പേ ആണ് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് പേ ഇങ്ങനെ സോജുവൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് മുമ്പിൽ 2 പേര് കുടിച്ച് ബോധമില്ലാതെ ഇങ്ങനെ നടന്നു പോകുന്ന കാണുന്നത്. ആ സീൻ കാണുമ്പോൾ ഈ ഗ്രാൻഡ് പേക്ക് മുൻപത്തെ ഒരു കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ. അതായത് നമ്മുടെ ഒറിജിനൽ ഓണർ മരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ സെയിം ഓണർ വേറൊരാളുടെ കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ തൊപ്പി മുൻപ് കണ്ടിരുന്നു ഒരാളുടെ പെട്ടിയുടെ ഉള്ളിൽ. ഓക്കെ, അന്ന് ഈ ഗ്രാൻഡ് പാ ഇവർ 2 പേരെയും ശ്രദ്ധിച്ചിരുന്നു. അന്ന് ഗ്രാൻഡ് പാ ആലോചിച്ചു ഇവരുടെ ഓണറിന് ഇങ്ങനൊരു മകനുണ്ടോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. അന്നാണ് നമ്മുടെ മൂജിൻ്റെ ഫേസ് ഈ ഗ്രാൻഡ് പാ കണ്ടത് കേട്ടോ. ഫസ്റ്റ് സീനിൽ മരിച്ചുപോയ ഓണറിനോട് നമ്മുടെ മൂജിൻ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഇനി നിർത്തിക്കോ, ഇനി ഒന്നുമില്ല എന്ന് പറയുന്ന സീനാണ്. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് 2 എൻഡ് ആവുന്നത്. മൂജിൻ ഇതിൽ ഹീറോ ആണോ വില്ലൻ ആണോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം.